നമസ്കാരം. ഞാൻ ഡോക്ടർ ഐശ്വര്യ, എംഒ നാസ് ക്ലിനിക്, മുക്കം, കോഴിക്കോട്. ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥയിൽ പൊതുവെ എല്ലാവരിലും കണ്ടുവരുന്ന ഒരു കണ്ടീഷനാണ് അലർജി. രാവിലെ എണീക്കുമ്പോൾ തുടർച്ചയായിട്ട് തുമ്മുക, മൂക്ക് ചൊറിച്ചില്, കണ്ണ് ചൊറിച്ചില്, കണ്ണിൽ നിന്നും മൂക്കിൽ നിന്നും വെള്ളം വരിക, തുടർച്ചയായിട്ട് തലവേദന വരിക. ഇത് എന്തുകൊണ്ടാണെന്നും എങ്ങനെ ഇതിനെ പ്രതിരോധിക്കാമെന്നാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയുമ്പോഴാണ് ഈ അലർജി വരുന്നത് എന്നാണ്. എന്നാൽ അങ്ങനെയല്ല. നമ്മുടെ ഇമ്മ്യൂണിറ്റി എന്തിനോടെങ്കിലും ഓവർ റിയാക്ട് ചെയ്യുമ്പോഴാണ് സാധാരണ അലർജി കണ്ടുവരുന്നത്. നമ്മുടെ ശ്വാസനാളത്തിലുള്ള കോശങ്ങൾ പൊടിയടിക്കുമ്പോൾ അതിനോട് ഓവർ റിയാക്ട് ചെയ്യുന്നു. ചിലർക്ക് ഇത് ജനറ്റിക് ആയിട്ടും വരാം. മാതാപിതാക്കൾക്ക് ഇതേ അസുഖം ഉണ്ടെങ്കിൽ കുട്ടികൾക്കും വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് എങ്ങനെ തടയാൻ പറ്റും? പ്രധാനമായും വീട്ടില് പൊടി നിൽക്കുന്ന സ്ഥലമൊക്കെ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കണം. കർട്ടൻസ്, കട്ടിയുടെ പുതപ്പൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ശ്രമിക്കുക. അതുപോലെ പെറ്റ്സിനെ റൂമിനുള്ളിലേക്ക് കയറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇനി AC യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതിന്റെ ഫിൽറ്റർ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഈ അലർജി പ്രോപ്പറായി ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പല കോംപ്ലിക്കേഷൻ ആയിട്ടും ഇത് വരാം. ഒന്നാമത് സൈനസൈറ്റിസ് ആണ്. നമ്മുടെ സൈനസിൽ കഫം കെട്ടിക്കിടന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് തലവേദന വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ നാസൽ പോളിപ്പ്, മൂക്കിൽ ദശ വളരാനും ഈ അലർജി മൂലം കാരണമാകുന്നുണ്ട്. അതുപോലെ ചർമ്മ രോഗങ്ങൾ വരാം. നമ്മൾ കുളിച്ച് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ചൊറിച്ചിലായിട്ടും, അതുപോലെ എക്സിമ, സോറിയാസിസ് എന്നീ കണ്ടീഷനിലേക്കും ഇത് നയിക്കുന്നതാണ്. അതുപോലെ ഈ അലർജി അധികരിച്ചിട്ട് ആസ്മ രോഗത്തിലേക്ക് വരെ നയിക്കുന്നതാണ്. ഭക്ഷണത്തിൽ എന്തോ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നോക്കാം. omega-3 ഫാറ്റി ആസിഡ് അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കാൻ ശ്രമിക്കുക. അതായത് ചെറിയ മത്സ്യങ്ങൾ, ചാള, ചൂര തുടങ്ങിയ മത്സ്യങ്ങൾ കഴിക്കുക. ഉള്ളി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. സാലഡായിട്ടോ അല്ലാതെയോ കഴിക്കുന്നത് നല്ലതാണ്. മഞ്ഞപ്പൊടിയിൽ തേന് ചാലിച്ചിട്ട് കഴിക്കുന്നതും രാവിലെയും വൈകിട്ടും കഴിക്കുന്നതും വളരെ നല്ലതാണ്. അതുപോലെ അരി ഭക്ഷണം മാക്സിമം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഈ കാർബ് കൂടുതലായിട്ട് എടുക്കുമ്പോൾ അത് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുകയും അലർജി കൂട്ടാനും കാരണമാകുന്നുണ്ട്. എരിവടങ്ങിയ ഭക്ഷണങ്ങളും കൂടുതലായിട്ട് കഴിക്കാതിരിക്കുക. ചില പേഷ്യൻസിൽ ഗേർഡ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ടാവും. അതായത് നമ്മുടെ ആമാശയത്തിനെയും അന്നനാളത്തിനെയും വേർതിരിക്കുന്ന ഒരു വാൽവ് ഉണ്ട്. അതിനെന്തെങ്കിലും ഡാമേജ് വരുമ്പോൾ ആമാശയത്തിലെ ആസിഡ് ശ്വാസനാളത്തിലേക്ക് കയറാനും ഇതുമൂലം അലർജി കൂടുതലാക്കാനും കാരണമാകുന്നു. ക്ലിനിക്കിൽ പേഷ്യന്റ് വരുമ്പം ഓരോരുത്തരെയും സിംറ്റംസും ഹിസ്റ്ററിയും എടുത്തതിന് ശേഷം ഓരോരുത്തർക്കും പ്രത്യേകമായിട്ടുള്ള റെമഡി ആയിട്ടാണ് കൊടുക്കുന്നത്.